മാസ്റ്റർ. അപ്പൊ ജഡ്ജസ് നമ്മുടെ ദേവരാജൻ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടില് ഒരു ഗോവക്കാരൻ എത്താൻ പോണു. ലെറ്റ്സ് വെൽക്കം ദക്ഷ് ധാർമിക് ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. നല്ല രസമുണ്ടോ ഉടുപ്പ് കാണാൻ? താങ്ക് യു ചേച്ചി. ഇവൻ കാരണം എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? എന്ത് സംഭവിച്ചു? ഇവന്റെ കൂടെ ഡാൻസ് ചെയ്ത് പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റാതായി. ഇവന്റെ കൂടെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇല്ല. എമർജൻസിയിലൊക്കെ പോയി ഒരു വഴിയായി. സോറി സാർ. എന്നോട് നീ ഇങ്ങനെ എന്തിനു ചെയ്തു? പക്ഷെ ശരിക്കും ഞാൻ എന്നോട് തന്നെയാ ചെയ്തത്. കാരണം അവൻ അത്രയും നന്നായിട്ട് അവിടെ ഡാൻസ് ചെയ്തപ്പോഴേ എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ ഓടി വന്നങ്ങ് ഡാൻസ് ചെയ്തത്. അപ്പൊ ദക്ഷേ, യെസ് സർ. ആ പാട്ടില്ലേ? യെസ് സർ. ഏത്? ആ തീവണ്ടി പാട്ട്. ഉടുപ്പി മംഗളൂർ. അത് അതിഗംഭീരായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞു. താങ്ക് യു സർ. ആ, ഇന്നിപ്പോ ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്? ഇന്ന് ജി ദേവരാജൻ മാസ്റ്റേഴ്സ് ഹിറ്റ്സ് റൗണ്ടില് ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും. ബ്യൂട്ടിഫുൾ. സുന്ദര ഹേമന്തരാത്രി. യെസ് സർ. എന്നെ നിൻ മാറിലെ വനമാലയിലെ മലരാ. മോനെ, ഈ പാട്ടൊക്കെ മുമ്പേ പാടിയിട്ടുണ്ടോ ഇവിടെ ഇപ്പൊ ഈ കോമ്പറ്റീഷൻ അല്ലാതെ? പണ്ട് പഠിക്കാൻ നോക്കിയിരുന്നു, പക്ഷെ അത് ടഫായിട്ടൊക്കെ ഞാൻ മാറ്റി വെച്ചിരുന്നതായിരുന്നു. പണ്ട് എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം മുമ്പേ? 2-3 വർഷം മുന്നേ. ഓ ഈ ദേവരാജ മാസ്റ്റർ പാട്ടുകൾ കുറെ കേൾക്കണം കേട്ടോ മോനെ. ഓക്കെ സർ. ഈ സിനിമയും പാട്ടെന്ന് പറയുന്നത് ഒരുപാട് ലെജൻസിന്റെ ഒരു കൂട്ടാണ്. ഗന്ധർവക്ഷേത്രം. ഇതിന്റെ കഥ എന്ന് പറയുന്നത് തകഴി സാറിന്റെ ആണ്. തകഴി ശിവശങ്കര പിള്ള സാറിന്റെ ആണ്. അതേ ലെജൻഡാണ്. ഇത് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് തോപ്പിൽ ഭാസി സാറാണ്. അദ്ദേഹവും ലെജൻഡാണ്. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് വിൻസെന്റ് സാറാണ്. അദ്ദേഹവും ലെജൻഡാണ്. പിന്നെ എഴുതിയിരിക്കുന്നത് വലർ സാർ, അതുപോലെ ദേവരായ മാസ്റ്റർ, യേശുദാസ് സാർ, എല്ലാവരും ലെജൻസ് ആണ്. ഇത് അഭിനയിച്ചിരിക്കുന്നത് പ്രേം നസീർ സാർ, മധു സാർ, ശാരദ അമ്മ, കബീർ പൊന്നമ്മ, എല്ലാവരും ലെജൻസ്. ലെജൻസിന്റെ ഒരു സംഗമം. അപ്പൊ നിനക്ക് വേണ്ടി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പാട്ടിലേക്ക് പോകട്ടെ. താങ്ക് യു സർ. താങ്ക് യു മാം. ഇന്ദ്രവല്ലരി പൂ
ഹായ്. സബാഷ് മാസ്റ്റർ. ശരിക്കും ഇപ്പൊ മാസ്റ്ററുടെ പാട്ട് പാടാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യം കേട്ടോ. നമുക്ക് എല്ലാവർക്കും നമ്മൾ വീണ്ടും വീണ്ടും അത് കേട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ സർ. അത് ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. യെസ്, സംശയമല്ലേ? ഓക്കെ സർ. അപ്പോ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് മാർക്ക് വേണ്ടേ? യെസ് സർ. ഇങ്ങനെ മനസ്സിലുള്ള ഒരു മാർക്കുണ്ട്, ആ പക്ഷേ അതിനൂടെ കുറച്ച് ഇത്തിപ്പോരം കൂടെ ചേർക്കുന്നുണ്ട്. എന്തിനാണ് ഈ ഇത്തിപ്പോരം? എന്താ നീ അത്ര എഫേർട്ട് എടുത്ത് അതിന്റെ ലിറിക്സ് മനസ്സിലാക്കാൻ ശ്രമിച്ച് അതിന്റെ മ്യൂസിക്കാലിറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ച് ഇവിടെ വന്നതിനാണ് ആ ഒരു ഇത്തിപ്പോരം. ആ ഓക്കെ സർ. സോ ഇപ്പോൾ 98.5 ആണ് തരാൻ ഉദ്ദേശിച്ച മാർക്ക്. ആ അതിൻ്റെ കൂടെ ഒരു 0.5 കൂടെ ചേർക്കും. എത്ര ചേർക്കും? 0.5. So that is going to be 99 out of 100 for that today. താങ്ക് യു സർ. ദക്ഷ് കുട്ട ഹാപ്പി അല്ലേ? ആ ഓക്കെ, അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. Thank you. തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം കാണണം കേട്ടോ. ബൈ. ബൈ.